അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഈസ്റ്റ് മാറാടിയിൽ ടൺ കണക്കിന് ശുചിമുറി മാലിന്യം തള്ളിയ സാമൂഹ്യ വിരുദ്ധൻ പോലീസ് പിടിയിൽ. ആലപ്പുഴ സ്വദേശി ശങ്കർദാസിനെയാണ് മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈസ്റ്റ് മാറാടിയിൽ രാത്രിയുടെ മറവിൽ ശുചിമുറി മാലിന്യം തള്ളിയ സാമൂഹ്യ വിരുദ്ധൻ പോലീസ് പിടിയിൽ. MC റോഡിൽ ഈസ്റ്റ് മാറാടി KCB സബ്സ്റ്റേഷൻ പടിയിൽ കഴിഞ്ഞ രാത്രിയിൽ ടൺ കണക്കിന് ശുചിമുറി മാലിന്യം തള്ളിയ ആലപ്പുഴ ചേർത്തല പൂച്ചാക്കൽ ശങ്കർദാസിനെയാണ് മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മാലിന്യം തള്ളിയ ലോറിയും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് മാലിന്യം തള്ളിയ ടാങ്കർ ലോറി പോലീസ് കണ്ടെത്തിയത്. മാറാടി ചങ്ങാലിമറ്റം റോഡിന് സമീപം ലോറിയിലെത്തിച്ച് ശുചിമുറി മാലിന്യം തള്ളിയെന്ന് ദൃക്സാക്ഷി മാറാടി പഞ്ചായത്തിൽ അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഡ്രൈവറെയും മാലിന്യം തള്ളാൻ ഉപയോഗിച്ച ലോറിയും പോലീസ് പിടികൂടിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് OP ബേബി, വാർഡ് മെമ്പർമാരായ ജിഷ ജിജോ, രതീഷ് ചങ്ങാലിമറ്റം, പഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. മാലിന്യം തള്ളുന്നത് പതിവായതോടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ജാഗ്രതാ സമിതി രൂപീകരിക്കുകയും വിവിധ പ്രദേശങ്ങളിൽ ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തതായി OP ബേബി പറഞ്ഞു. മാറാടി പഞ്ചായത്തില് ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ 5-6 സ്ഥലങ്ങളിലാണ് മാറാടി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അധികവും ഈ MC റോഡിന്റെ സൈഡിലാണ് ഈ കക്കൂസ് മാലിന്യം 5-6 ടാങ്കർ വണ്ടിയിൽ കൊണ്ടുവന്ന് തള്ളിയിട്ടുള്ളത്. ഈ 2 മാസത്തിനുള്ളിൽ തള്ളിയിട്ടുണ്ടെങ്കിലും നാളിതുവരെ ഒരു വണ്ടിയോ അല്ലെങ്കിൽ ഒരു തുമ്പും ലഭിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് ഈ 9-ാം വാർഡിൻ്റെ ഈ MC റോഡിൻ്റെ സൈഡിൽ ഈ KCB സബ്സ്റ്റേഷന് അടുത്തായിട്ട് ചങ്ങാലിമറ്റം റോഡ് തുടങ്ങുന്ന ഭാഗത്ത് കക്കൂസ് മാലിന്യം തള്ളുന്നത് കണ്ടതായിട്ടൊരു വ്യക്തി പഞ്ചായത്തിൽ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മോറ്റർ പോലീസിൽ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ മോറ്റർ പോലീസ് ഇന്ന് വാഹനവും വാഹനത്തിൻ്റെ ഉടമയും ഡ്രൈവറെയും കസ്റ്റഡി എടുത്തിട്ടുള്ളതായിട്ട് അറിയാൻ കഴിയുകയും പഞ്ചായത്ത് സെക്രട്ടറി പോയി മൊഴി കൊടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യം വളരെ സന്തോഷകരമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. കാരണം മാറാടി പഞ്ചായത്തിൽ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഒട്ടേറെ പ്രാവശ്യമായി ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ പഞ്ചായത്ത് ചെലവഴിക്കേണ്ട ഒരു സാഹചര്യമാണ് മാലിന്യം പൊതുകിടങ്ങളിൽ തള്ളിയത് ക്ലീനാക്കാൻ വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. അതിന് പല പ്രാവശ്യവും ഇതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിൽ ആരെയും കസ്റ്റഡി എടുക്കാൻ നാളിതുവരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് പഞ്ചായത്തിന് അറിയാൻ കഴിഞ്ഞത്. ആളുകളെ കസ്റ്റഡി എടുക്കുകയും വാഹനം കസ്റ്റഡി എടുക്കുകയും ചെയ്തിട്ടുള്ള കാര്യം ഉള്ള കാര്യം വളരെ സന്തോഷമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇത് ഒരു അറുതി വരുത്തുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് ഏതാണ്ട് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 20ഓളം നൈറ്റ് വിഷൻ ഉൾപ്പെടെയുള്ള സൗകര്യമുള്ള ആധുനിക രീതിയിലുള്ള ക്യാമറ സ്ഥാപിക്കുകയും ആ ക്യാമറയുടെ വിഷൻ പോലീസ് സ്റ്റേഷനിലും അതുപോലെ പഞ്ചായത്തിലും ബന്ധപ്പെട്ട അധികാരികൾക്കൊക്കെ ലൈവായി ലഭിക്കുന്ന രീതിയിലുള്ള സൗകര്യത്തോടു കൂടിയാണ് ആ ക്യാമറ ഏതാണ്ട് 10 ലക്ഷം രൂപയിലധികം മുടക്കി പഞ്ചായത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി മാറാടി പഞ്ചായത്തിലേക്ക് ഏതെങ്കിലും രീതിയിൽ മാലിന്യം വലിച്ചെറിയുവാനോ അതല്ലെങ്കിൽ ഇതുപോലുള്ള കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ട് തള്ളുവാനോ വരുന്ന ആളുകളുടെ ഒരു കാലക്കേടായിരിക്കും എന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മാറാടി ഭാഗത്ത് കഴിഞ്ഞ 2 മാസത്തിനിടെ 5 തവണയാണ് വിവിധ സ്ഥലങ്ങളിലായി ശുചിമുറി മാലിന്യം തള്ളിയത്. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കൊണ്ട് പിഴയടപ്പിക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് കടക്കുമെന്ന് OP ബേബി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന, നമുക്ക് യുണീക്കായിട്ട് വെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ 2 സാരീസാണ്. അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ.